എല്ലാവർക്കും ഷിഗ്ലീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ്. ഈ ബിരിയാണിയിലെ ചിക്കൻ എന്ന് പറയുമ്പം ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ആയിരിക്കും. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരുന്നത്. അത് മീഡിയം പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്തത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു. 1 മണിക്കൂറിന് ശേഷമാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് വെജിറ്റബിൾ ഓയിലിലാണ്. അപ്പോൾ നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ആണെങ്കിലും യൂസ് ചെയ്യാം. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ചിക്കൻ പീസസ് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ വലിയ പാത്രത്തിലാണ് ഫ്രൈ ചെയ്യുന്നത്, അതുകൊണ്ടാണ് എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഇടുന്നത്. ചെറിയ പാത്രത്തിലാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ 2-3 ട്രിപ്പായിട്ട് ഇട്ടിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന നേരം കൊണ്ട് നമുക്ക് മസാലയിലേക്ക് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒന്ന് ചതച്ചിട്ടെടുക്കാം. ഒരു 3-4 വെളുത്തുള്ളിയും ഒരു 3-4 ചെറിയുള്ളിയും പിന്നെ ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുത്തുക. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടെടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചിട്ടെടുത്താൽ മതി. ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ നിന്ന് മാറ്റാം. അതിനുശേഷം നമുക്ക് ഈ എണ്ണയിൽ തന്നെ മസാല തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഇപ്പം തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. നല്ല ചൂടോടുകൂടി തന്നെയാണ് ഓയിലിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സെയിം ഓയിലിൽ തന്നെ ബാക്കി മസാലയും തയ്യാറാക്കിയെടുക്കുന്നത്. ഈ മസാല തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ ഓയിലിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം തന്നെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉള്ളി അതിൻ്റെ ആ പേസ്റ്റില്ലേ അത് ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വീണ്ടും വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോളയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും ബിരിയാണി മസാലയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ബിരിയാണി മസാല ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ഗരം മസാല ആണെങ്കിലും ചേർത്ത് കൊടുത്താലും മതി. പിന്നെ കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് മല്ലിപ്പൊടിയൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഈ സമയത്ത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതായത് പിസ്ത നന്നായിട്ട് ഫ്രൈ ചെയ്ത് കാരമലൈസ് ചെയ്തിരിക്കുന്ന ഒനിയനില്ലേ അത് ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. ഞാൻ ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയിൽ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടു നോക്കാനായിട്ട് മറക്കരുത്. അപ്പം ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ പുളിയുള്ള തക്കാളിയാണ് എടുത്തത്. പുളി ഇല്ലാത്ത തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഇത് ചേർക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് തൈരാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ചെറിയ തക്കാളിയും കുറച്ച് പുതിനയിലയും മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ തക്കാളി ഒന്ന് വെന്തുടഞ്ഞത് വരുന്നത് വരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മസാല കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ മസാലയിൽ ആവശ്യത്തിനുള്ള ഓയിലുണ്ട്, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഓയിലൊന്നും ഇനി ചേർത്ത് കൊടുക്കുന്നില്ല. ഓയിൽ കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂൺ മാത്രം ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ വേവിക്കുക. അപ്പോഴേക്കും നമ്മുടെ മസാല കറക്റ്റ് പാകമായി വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് റൈസ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ റൈസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. നെയ്യ് നന്നായിട്ട് ചൂടായി കഴിയുമ്പം റൈസിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഹോൾ മസാലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബേ ലീഫ്, കരയാമ്പൂ, കറുവപ്പട്ട, ഏലക്ക, പെരിഞ്ചീരകം ഒക്കെയാണ് എടുത്തിരിക്കുന്നത്. പെരിഞ്ചീരകം 1-2 നുള്ള് മാത്രം മതി, ഒരുപാടൊന്നും വേണ്ട. എല്ലാം കുറേശ്ശെ വീതം എടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക.
ഇപ്പോൾ ബിരിയാണി റൈസ് കറക്റ്റായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഈ കപ്പിൽ 1.5 കപ്പ് റൈസാണ് എടുത്തിരുന്നത്. അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 20 മിനിറ്റോളം സോക്ക് ചെയ്ത് വെച്ചിരുന്നു. അതിനുശേഷം അത് വെള്ളമൊക്കെ കളഞ്ഞ് ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 കപ്പ് വെള്ളം വേണം. നേരെ ഇരട്ടി, നമ്മൾ എത്ര കപ്പ് റൈസാണ് എടുക്കുന്നത് അതിൻ്റെ നേരെ ഇരട്ടിയാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഹോൾ മസാലയൊക്കെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കൈമ റൈസാണ്. ചെറിയ മണിമണിയായിട്ടുള്ള റൈസല്ലേ, അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അത് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം. ജസ്റ്റ് 1-2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. രണ്ട് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. റൈസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കുക. ഉപ്പ് എപ്പോഴും നമ്മൾ വെള്ളം രുചിച്ച് നോക്കുമ്പോൾ കുറച്ച് മുമ്പിൽ തന്നെ നിൽക്കണം. എന്നാലേ റൈസിലേക്ക് വെന്ത് വരുമ്പോൾ കറക്റ്റായിട്ട് ഉപ്പൊക്കെ പിടിക്കുകയുള്ളൂ. ഒരുപാട് കൂടാൻ പാടില്ല, എന്നാൽ കുറഞ്ഞു പോയാലും ടേസ്റ്റിന് നല്ല വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ കറക്റ്റ് പാകത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ തീ ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. നന്നായിട്ട് തിളച്ച് തുടങ്ങിക്കഴിയുമ്പോൾ നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം വേണം അരി വേവിച്ചെടുക്കാനായിട്ട്. വെള്ളം തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇത് മൂടി വെച്ചിട്ട് വേവിക്കാം. കൃത്യം 12 മിനിറ്റ് കൊണ്ടാണ് എനിക്ക് ഈ റൈസ് ഇവിടെ വെന്ത് കിട്ടിയത്. ഓരോ ബ്രാൻഡിൻ്റെ അരി അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. എങ്കിലും ഏകദേശം ഒരു 10 മുതൽ 15 മിനിറ്റിനുള്ളിൽ തന്നെ റൈസ് കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നോക്കുക. വേവ് കുറവുണ്ടെങ്കിൽ മാത്രം കൂടുതൽ നേരം വേവിച്ചെടുക്കുക. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാനായിട്ട് നിൽക്കണ്ട. 12 മിനിറ്റ് കഴിഞ്ഞപ്പം റൈസ് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് വെന്ത് ഒന്നും ഒട്ടിയൊന്നും പിടിച്ചിട്ടൊന്നുമില്ല, വെന്ത് കുഴഞ്ഞു പോയിട്ടുമില്ല, കറക്റ്റ് വേവാണ്. ഇനി നമുക്കിത് ദമ്മ് ചെയ്യാനായിട്ട് എടുക്കാം. ഞാനിവിടെ മസാല തയ്യാറാക്കിയ സെയിം പാത്രത്തിൽ തന്നെയാണ് ഇത് ദം ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ആ മസാല ഏറ്റവും അടിയിൽ വെക്കുകയാണ് ചെയ്യുന്നത്. 2 ലെയറായിട്ടൊന്നും ചെയ്യുന്നില്ല, കുറച്ച് ചോറല്ലേ ഉള്ളൂ. അപ്പം ഈ ഒറ്റ ലെയറിൽ തന്നെ ഞാൻ ദം ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ കുറച്ച് സവോളയും പിന്നെ കാഷ്യൂനട്ടും കിസ്മിസും ഫ്രൈ ചെയ്തെടുത്തിരുന്നു. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ പാലിൽ 1-2 നുള്ള് മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. യെല്ലോ കളർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. യെല്ലോ കളർ ഉണ്ടെങ്കിൽ അതാണെങ്കിലും യൂസ് ചെയ്താൽ മതി. പിന്നെ പൈനാപ്പിൾ എസൻസ് ഉണ്ടെങ്കിൽ അതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. അതാകുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ഫ്ലേവർ, നമ്മുടെ ബിരിയാണിയുടെയൊക്കെ കറക്റ്റായിട്ടുള്ളൊരു ഫ്ലേവർ തന്നെ ഇതിനകത്തേക്ക് കിട്ടും. ഇപ്പോൾ നമ്മുടെ റൈസ് ഫുള്ള് ചിക്കൻ മസാലയുടെ മുകളിൽ ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ലേശം മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയത് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിന് മുകളിലായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന സവോളയും കാഷ്യൂനട്ടും കിസ്മിസും ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയിലയും പുതിനയിലയും വിതറിയിട്ട് നമുക്കിനി ദം ചെയ്യാനായിട്ട് വെക്കാം. ഇനിയിപ്പോൾ നമുക്കിത് ദം ചെയ്തിട്ടെടുക്കാം. ദം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാനിതൊരു അലുമിനിയം ഫോയിൽ വെച്ചൊന്ന് കവർ ചെയ്യുന്നുണ്ട്. അതിന് മുകളിലാണ് ഞാൻ അടപ്പ് വെച്ച് മൂടുന്നത്. എന്നിട്ട് ഒരു പഴയ ഒരു ഫ്രൈ പാനോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തവയോ ഇരുമ്പിൻ്റെ തവയോ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം നമുക്ക് ദം ചെയ്തെടുക്കാനായിട്ട്. ദം ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. തവ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ദം ചെയ്യാനായിട്ടുള്ള പാത്രം അതിന് മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ആ മസാല തന്നെ കഴിക്കാനായിട്ട്. അതിൻ്റെ ഒപ്പമുള്ള ചിക്കൻ എന്ന് പറഞ്ഞാൽ നല്ല പോലെ പുറമേ നല്ല ക്രിസ്പിയാണ്, എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.